ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. സങ്കീർത്തന പുസ്തകം 103 സങ്കീർത്തനം 11 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചാണ് പറയുന്നത്. സങ്കീർത്തനം 103:11. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ദൈവത്തിൻ്റെ ദയുള്ളത് കൊണ്ടാണ് നാം ഇന്ന് ഈ വചനം കേൾക്കാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് വരാൻ സാധിച്ചത് ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ്, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്, ദൈവം ദയോടുകൂടി നമ്മെ കണ്ടതുകൊണ്ടാണ്. സങ്കീർത്തനക്കാരനായ ദാവീദൊരിക്കൽ പറഞ്ഞു, കർത്താവേ എൻ്റെ അകൃത്യങ്ങൾ നീ ഓർമ്മ വെച്ചാൽ ആര് നിലനിൽക്കും? കർത്താവ് നമ്മുടെ പാവങ്ങൾ ഓർത്താൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല, നമുക്ക് ആർക്കും നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം നാം തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജാകരമായ ജീവിതമായിരുന്നു നമ്മൾ പലരുടേതും. എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, പലരുടെയും ജീവിതം വളരെ മ്ലേച്ഛമായ ജീവിതമായിരുന്നു, ലജ്ജാകരമായ ജീവിതമായിരുന്നു. ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ചു. ഈ ലോകത്ത് എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ജീവിച്ചു പോകാൻ വേണ്ടി മാത്രമായി നാം ജീവിച്ചു. ഈ ലോകത്ത് ഉപജീവനമാർഗം തേടി നാം ജീവിച്ചു. ഈ ലോകത്തിലെ മനുഷ്യരുടെ പ്രീതിയും ബഹുമതിയും കിട്ടുവാൻ വേണ്ടി നാം ജീവിച്ചു. നാം പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ കാര്യം ചിന്തിച്ചില്ല. മരണശേഷം ഒരു നിത്യതയുണ്ടെന്നോ ആ നിത്യതയിൽ ആത്മാവ് ഒന്നുകിൽ നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ എന്നോ നാം ഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രസംഗം കേൾക്കും, അപ്പോൾ ഒന്ന് ചിന്തിക്കും, തീർന്നു, അതോടുകൂടി ആ ചിന്തയെല്ലാം മാറിപ്പോകും. ഒരു ദിവസം ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. പ്രിയപ്പെട്ടവരെ, ഗൗരവമേറിയ കാര്യം ആണല്ലോ, വളരെ വ്യക്തമായ കാര്യമാണല്ലോ. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ദൈവത്തിന് സ്തോത്രം.
മരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് പ്രവേശിക്കും. നിത്യത, അതിന് അറ്റമില്ല, അറുതിയില്ല. 1000 ആണ്ടല്ല, 10,000 ആണ്ടല്ല, 1,00,000 കോടി ആണ്ടുകളല്ല, തീരാത്ത കാലം, അനന്തമായ നിത്യത, അറുതിയില്ലാത്ത നിത്യത. ആ നിത്യതയിലേക്ക് നാം ഓരോരുത്തരും പോകും, സംശയിക്കേണ്ട. പക്ഷേ ആ നിത്യത ഒന്നുകിൽ സ്വർഗമായിരിക്കും, അല്ലെങ്കിൽ നരകമായിരിക്കും. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. പറയാൻ തന്നെ പേടിയുള്ള കാര്യമാണത്. പറയുമ്പോൾ തന്നെ പേടി വരുന്നു. എന്താണ്? ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഏതെങ്കിലും കാരണവശാൽ നാം ജീവിതം ഇന്ന് സൂക്ഷിച്ചില്ല എങ്കിൽ നാം നരകത്തിലേക്ക് പോയി പോകും. ജീവിതത്തെ പരിശുദ്ധമായി കാത്തില്ല എങ്കിൽ നരകത്തിലേക്ക് പോയി പോകും. നരകത്തിലേക്ക് പോയാലോ പിന്നെ തിരിച്ചു വരാൻ സാധ്യമല്ല. സ്വർഗത്തിലെത്തിയാലോ അതും തിരിച്ചു വരാൻ സാധ്യമല്ല. പക്ഷേ നിത്യയുഗത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനോട് നമുക്ക് വാഴുവാൻ സാധിക്കും. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴുമെന്നൊരു വചനമുണ്ട്. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ക്രിസ്തുവിനോട് നാം വാഴും, ക്രിസ്തുവിനോട് നാം വസിക്കും. എന്നാൽ നമ്മിൽ പലരുടെയും ജീവിതം ഇന്ന് ലോകത്തിന് വേണ്ടിയുള്ള ജീവിതമാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള ജീവിതമാണ്. ശരീരത്തിന് സുഖം, ലോകത്തിന് സുഖം, അതിനപ്പുറമൊന്നും നാം ചിന്തിക്കാറില്ല. ദയവായി ചിന്തിക്കൂ. ഈ ശരീരം മൺമറഞ്ഞു പോകും, ഈ ശരീരം മണ്ണോട് മണ്ണായി തീരും. എന്നാൽ ഇതിനുള്ളിൽ കൂടിയുള്ളുന്ന ആത്മാവോ നിത്യതയിലേക്ക്, അനന്തതയിലേക്ക് പറക്കും. ദൈവത്തിന് സ്തോത്രം. അനന്തതയിൽ, നിത്യതയിൽ നാം സ്വർഗ്ഗത്തിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ തീരാ നഷ്ടമായിരിക്കും, നികത്താനാവാത്ത നഷ്ടമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നാം അതുകൊണ്ട് ജോലി ചെയ്യേണ്ട എന്നല്ല, ഭക്ഷണം കഴിക്കേണ്ട എന്നല്ല, നമുക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ട എന്നല്ല, ഇതെല്ലാം നടക്കും. പക്ഷേ അതിനപ്പുറം ഏറ്റവും ഗൗരവമേറിയ കാര്യം ഞാൻ നിത്യതയിൽ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. നിത്യതയിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. എന്നാൽ ഭാഗ്യവശാൽ ഇന്ന് കർത്താവ് ദയയോടുകൂടി നമ്മോട് സംസാരിക്കുന്നു. ദയയോടുകൂടി ഇത്രയും കാലം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നു. എത്രയോ അവസരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിപ്പെടേണ്ട അവസരം ഉണ്ടായിരുന്നു, ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ചിലർ മരണം കണ്ടിട്ട് മടങ്ങി വന്നവരാണ്. എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ അതിരെങ്കിൽ എത്തിയിട്ട് മടങ്ങി വന്നവരാണ്. മരണത്തിൻ്റെ അതിരെങ്കിലേക്ക് എത്തി മരണത്തിന് അപ്പുറമുള്ള ലോകം കണ്ടിട്ട് മടങ്ങി വന്നവരാണ്. അപ്പുറം കാണുമ്പോൾ ഭയന്നു പോയിട്ടുണ്ട്. എന്താണ്? അവിടെ ഭീകരമായ, കിരാതമായ, കാട്ടാളത്വമുള്ളതായ ഏറ്റവും ഭീകരരൂപികളുടെ നാട്ടിലേക്കാണ് നാം പോകുന്നത് എന്ന് നാം അപ്പോഴാണ് അറിയുന്നത്. പലപ്പോഴും നാം ഇതൊന്നും ചിന്തിക്കാറില്ല. മരണസമയത്ത് ബോധം കെട്ട് കിടക്കുകയായിരിക്കും, ഓർമ്മയില്ലാതെ കിടക്കുകയായിരിക്കും, വിളിച്ചാൽ വിളി കേൾക്കുകയില്ല, തീരാൻ പോകുന്നു മറ്റുള്ളവർ ചിന്തിക്കും. പക്ഷേ ഈ ആത്മാവ് കാഴ്ച കണ്ടുകൊണ്ട് കിടക്കുകയാണ്, അപ്പുറം കാണുകയാണ്. മരിച്ചു കഴിഞ്ഞില്ല, പക്ഷേ അപ്പുറം കാണുകയാണ്. അപ്പുറം ലോകം, കാട്ടാള ജീവികൾ, കിരാതന്മാരായ പൈശാചിക സേനകൾ അവിടെ ആർത്തട്ടഹസിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുകയാണ്. കിരാത രൂപികൾ ആർത്തുകൊണ്ട് വരുന്നത് കാണുകയാണ്. മരിക്കാൻ പോകുന്ന ആൾ കാണുകയാണ്. അയ്യോ, എന്തു വേണ്ടെന്നറിയാതെ ഉള്ളം നടുങ്ങുകയാണ്. എന്നാൽ പക്ഷേ ആ ഉള്ളം നടുങ്ങിയാലും അപ്പോഴൊന്നും ചെയ്യാൻ സാധ്യമല്ല, അപ്പോൾ മാനസാന്തരപ്പെടാൻ സാധ്യമല്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ദൈവം ദയയാൽ തൻ്റെ വചനം തരുന്നു. ഈ വചനം നാം കേട്ട് നാം അനുഭവിച്ചില്ലെങ്കിൽ തീർച്ചയായും മഹാനഷ്ടമായിരിക്കും. ഈ വചനം കേട്ട് നാം അനുഭവിച്ച് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചില്ലെങ്കിൽ തീരാ നഷ്ടമായിരിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമല്ലേ ഞാൻ പറയുന്ന കാര്യം? വ്യക്തമായി ഞാൻ പറയാം. കർത്താവ് വാസ്തവമായി നമ്മുടെ ഇടയിലുണ്ട്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. കർത്താവിൻ്റെ അരികത്ത് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇത് നാം വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ പുറമെയുള്ള കണ്ണുകൊണ്ട് കാണാൻ വയ്യെങ്കിലും യേശു ഇവിടെ തന്നെയുണ്ട്. യേശു ഇവിടെ ഉണ്ട്. സോ റിയൽ എ ഗോഡ്, സോ നിയർ എ ഗോഡ് ആൻഡ് സോ റിയൽ എ ഗോഡ്. ദൈവം സോ ഡിയർ എ ഗോഡ്. ദൈവം അത്രമാത്രം വ്യക്തമാണ്. യേശു സാക്ഷാത്തായി ഇവിടെ വന്നിട്ടുണ്ട്. സോ റിയൽ എ ഗോഡ്. സത്യമാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. അല്ല, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ശരി, നിങ്ങൾ അരികത്തൂടെ യേശു കടന്നു പോകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു കടന്നു പോകുന്നുണ്ട്. സോ റിയൽ എ ഗോഡ്. റിയലാണ്, വാസ്തവമായി യേശു ഉണ്ട്. രണ്ടാമത്തെ കാര്യം, സോ നിയർ എ ഗോഡ്. അത്രമാത്രം അടുത്താണ് യേശു നിൽക്കുന്നത്. സോ ഡിയർ എ ഗോഡ്. അത്രമാത്രം പ്രിയപ്പെട്ടവനായി യേശു വന്നിരിക്കുന്നു. ഇത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പറയണം. നിങ്ങളുടെ ഉള്ളം കൊണ്ട് പറയണം. നിങ്ങൾ വെറുതെ ഒരു പ്രസംഗം കേട്ടിരിക്കുകയല്ല, ചില വാക്കുകൾ കേൾക്കുകയല്ല, നിങ്ങൾ അനുഭവിക്കണം. ഇപ്പോൾ കർത്താവേ, നീ സാക്ഷാത്തായ ദൈവമായി എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട്, കർത്താവേ, നീ എന്നോട് ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട്, നീ എനിക്ക് പ്രിയപ്പെട്ടവനായി എൻ്റെ അരികിൽ നിൽക്കുന്നത് കൊണ്ട്, നാഥ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കണം. പ്രാർത്ഥിക്കണം നിങ്ങൾ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കണം. ദൈവം ദയാലുവാണല്ലോ. കർത്താവ് ദയാലു നിങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടല്ലോ എന്നാണ് തിരുവചനം പറയുന്നത്. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ ദയ, അതാണ് ഒരു ചിന്താവിഷയം. ദൈവത്തിൻ്റെ ദയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം ശമൂവേൽ പ്രവാചകൻ 2-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്ക് വായിക്കാം. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും
നിനക്ക് മടക്കിത്തരുന്നു. യോനാഥാന്റെ മകനാണ് മെഫീബോശത്ത്. യോനാഥാൻ ശൗലിൻ്റെ മകനാണ്. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ ശൗലിൻ്റെ മകനാണ് യോനാഥാൻ. യോനാഥാൻ്റെ മകനാണ് മെഫീബോശത്ത്. ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മെഫീബോശത്ത്. ശൗൽ രാജാവാണ് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ്. എന്നാൽ ശൗൽ രാജാവ് തൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകൾ മറക്കുകയും ദൈവത്തെ കാണേണ്ടതുപോലെ കാണാതെ ദൈവത്തെ നിഷേധിക്കുകയും ചെയ്തു പോയി. ദൈവസന്നിധിയിൽ കുറ്റമറ്റായി നിൽക്കാൻ ശൗൽ രാജാവിന് സാധിച്ചില്ല. ശൗൽ രാജാവ് ആരെയും ദോഷപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്തതായി നാം കാണുന്നില്ല. പക്ഷേ ശൗൽ രാജാവ് അഹങ്കാരിയായിരുന്നു. ശൗൽ രാജാവ് എല്ലാവരേക്കാളും പൊക്കം കൂടിയവനായിരുന്നു. ശൗൽ രാജാവ് സുന്ദരനായിരുന്നു. പക്ഷെ ശൗൽ രാജാവ് നല്ല പ്രാപ്തിയുള്ളവനായിരുന്നു. നല്ല വീരശൂര പരാക്രമിയായിരുന്നു. എന്നാൽ ശൗല് ദൈവത്തെ ഭയന്ന് ജീവിച്ചില്ല. ദൈവമാണ് തന്നെ ഉയർത്തിയതെന്ന് ശൗൽ ഓർത്തില്ല. ദൈവമാണ് എന്നെ ഇതുവരെയും കൊണ്ടുവന്നത് എന്ന് ശൗൽ ഓർത്തില്ല. ചിന്തിച്ചാൽ കാണാം, വേദപുസ്തകം വായിക്കുമ്പോൾ കാണാം, ശൗലിന് ദൈവത്തെ സ്തുതിക്കാനുള്ള നല്ലവരും കിട്ടിയവനായിരുന്നു. ദൈവത്തെ സ്തുതിക്കാൻ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാനുള്ള നല്ലവരും കിട്ടിയവനായിരുന്നു. ശൗല് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പ്രവചിച്ചനായിരുന്നു. എന്തൊരു അത്ഭുതം! പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പ്രവചിച്ച ശൗല്, ദൈവത്തിന് സാമീപ്യം കിട്ടിയ ശൗല് ദൈവത്തെ മറന്നുപോയി. തന്മൂലം നാം ശമൂവേലിൻ്റെ പ്രവാചകൻ 1-ാമത്തെ പുസ്തകം അവസാന അധ്യായത്തിൽ കാണും, ശൗല് പുത്രന്മാരും ഗിൽബോ പർവ്വതത്തിൽ പട്ടുപോയി എന്ന്. ഫിലിസ്തീനയുടെ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ശൗല് കൊല്ലപ്പെട്ടു. ശൗല് പുത്രന്മാരും കൊല്ലപ്പെട്ടു. യോനാഥാനും കൊല്ലപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ശൗലിൻ്റെ മകനായ യോനാഥാൻ അപ്പനെ പോലെ ആയിരുന്നില്ല. മകൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവപുരുഷനായിരുന്നു. യോനാഥാൻ സ്നേഹമുള്ള ദൈവപുരുഷനായിരുന്നു. ശൗല് ദാവീദിനെ പകച്ചപ്പോൾ യോനാഥാൻ ദാവീദിനോട് കൂട്ടുകൂടി. ദാവീദിൻ്റെ മേൽ ഇനിയും ദൈവത്തിൻ്റെ കൃപ വരുമെന്നും ദാവീദ് രാജാവായി വാഴുമെന്നും യോനാഥാൻ അറിയാമായിരുന്നു. അതൊരു ഉൾക്കാഴ്ചയായിരുന്നു. ഈ ദാവീദ് വളർന്ന് ഉയർന്ന് ഉന്നതമായ സ്ഥാനത്ത് വരുമെന്ന് യോനാഥാന് അറിയാമായിരുന്നു. അതെന്തുകൊണ്ട്? ആത്മാവിൽ അറിയാമായിരുന്നു. എന്നാൽ ശൗല് ദാവീദിനെ കൊല്ലുവാൻ തക്കം നോക്കി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ശൗൽ ദാവീദിനെ കൊല്ലുവാൻ വട്ടം കൂട്ടിയപ്പോൾ യോനാഥാൻ ദാവീദിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നമുക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് ഒരു ഉടമ്പടി ചെയ്യാം. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മരിച്ചു പോകും, ഞാൻ കൊല്ലപ്പെടും, സംശയമില്ല. എൻ്റെ അപ്പൻ ദുഷ്ടകൃത്യങ്ങൾ ചെയ്യുന്നതായതുകൊണ്ട് അപ്പൻ്റെ കൂടെ ഞാനും മരിച്ചു പോകും. പക്ഷേ ദാവീദേ, നീ ഒരു കാര്യം ചെയ്യണം, എനിക്കൊരു സഹായം ചെയ്യണം. നീ രാജാവായി വാഴും. അന്ന് എൻ്റെ കുടുംബത്തോട് നീ ദയ കാണിക്കണം, എൻ്റെ കുടുംബത്തോട് ദയ കാണിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ സംഭവങ്ങൾ ദാവീദിൻ്റെ മനസ്സിലുണ്ട്. ദാവീദിന് രാജ്യാവകാശം കിട്ടി, രാജാവായി തീർന്നു. ശൗലും പുത്രന്മാരും ഗിൽബോ പർവ്വതത്തിൽ പട്ടുപോയി. ദാവീദ് രാജാവായി തീർന്നപ്പോൾ ദാവീദ് അന്വേഷിക്കുകയാണ്. അതാണ് 9-ാം അധ്യായം 1-ാം വാക്യം കാണാൻ പറ്റുന്നത്. വായിക്കാം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. ശൗലിൻ്റെ കുടുംബത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടു പോയിരുന്നു. ശൗൽ രാജാവിൻ്റെ ദുഷ്ടത മൂലം ശൗലിൻ്റെ കുടുംബത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ദാവീദ് ചോദിക്കുകയാണ്, ആരെങ്കിലും ബാക്കിയുണ്ടോ ഞാൻ ദയ കാണിക്കേണ്ടതിന്, യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന്? ഞാനും യോനാഥാനും തമ്മിലുള്ള ഉടമ്പടി ഉണ്ടല്ലോ, അത് ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹീയമായ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. ദൈവം നോക്കുന്നു നമ്മുടെ ജീവിതത്തിലെ നന്മ കണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ദയ കൊടുക്കേണ്ടതുണ്ടോ എന്ന് കർത്താവ് അന്വേഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊരാൾ ദൈവഭക്തിയുള്ളതായി ജീവിച്ച്, നിങ്ങളൊരാൾ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ച്, നിങ്ങളൊരാൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിച്ച് ജീവിച്ച് അങ്ങനെ ഒരു വിശുദ്ധി പാലിച്ചുകൊണ്ട് നിന്നാൽ, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾക്ക് ദയ കിട്ടും, നിങ്ങളുടെ മക്കൾക്ക് പ്രയോജനം കിട്ടും. നിങ്ങളുടെ കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതമായി തീരും. കാരണം ഇത് ദാവീദ് അന്വേഷിച്ചു, യോനാഥാന നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ആരെങ്കിലും ഉണ്ടോ? ദയയ്ക്ക് അർഹതനായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പൻ ചെയ്ത നന്മയ്ക്ക് ഉപകാരം ചെയ്യാൻ ദാവീദ് നോക്കുകയാണ്. യോനാഥാൻ ചെയ്ത നന്മയ്ക്ക്, യോനാഥാൻ്റെ ആ സ്വഭാവത്തിന് നന്മ ചെയ്യുവാനായി ദാവീദ് അന്വേഷിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രത്യേകം നിങ്ങൾ കരുതിക്കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് നല്ല കാലം വരണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ, നിങ്ങൾക്ക് വാസ്തവമായി നിങ്ങളുടെ മക്കൾക്ക് ഐശ്വര്യം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾ ദൈവമുള്ളവരായി ജീവിച്ചു കൊള്ളുക, ദൈവത്തെ ഭയന്ന് ജീവിച്ചു കൊള്ളുക, ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചു കൊള്ളുക, ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ജീവിച്ചു കൊള്ളുക. അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങളുടെ മക്കൾക്ക് വരും, മക്കളുടെ മക്കൾക്ക് വരും, തലമുറകൾക്ക് വരും. തിരുവചനം പറയുന്നു, പുറപ്പാട് 20-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, നമുക്ക് അറിയാനുള്ള വാക്യമാണ്. പുറപ്പാട് 20-5. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ കൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ
മക്കളുടെ മേൽ സന്ദർശിക്കുകയും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. അപ്പൻ പാവം ചെയ്താൽ മക്കൾക്ക് ശിക്ഷ വരും. ഇത് മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ. പക്ഷേ എന്നാൽ അതിൻ്റെ മറുവശമുണ്ട്. ഞാൻ 1000 തലമുറയോളം ദയ കാണിക്കുന്നു. 1000 തലമുറയോളം. ദൈവത്തിന് സ്തോത്രം. അപ്പൻ അനുഗ്രഹീതമായ ജീവിതം നയിച്ചാൽ മക്കൾക്ക് അനുഗ്രഹം കിട്ടും. ദൈവത്തിന് ദയ മക്കളെ തേടി വരും. ആരെങ്കിലും ഉണ്ടോ, ദയയ്ക്ക് അർഹരായിട്ടുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മക്കൾ അനുഗ്രഹീതമായി തീരണമെങ്കിൽ, അവരുടെ ഭാവി ശോഭനമായി തീരണമെങ്കിൽ തീർച്ചയായും നാം ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ വരണമെങ്കിൽ നാം ഇന്ന് ദൈവമുള്ളവരായി തീരുക. നാം അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വകയായി തീരുക. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടുക, അനുതാപം വരിക. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് മാനസാന്തരം അനുഭവിക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ക്രിസ്തു ഉള്ളവരായി തീരണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വഭാവം മാറണം. പഴയ മാനുഷ്യ സ്വഭാവം മാറണം. പഴയ ജഡിക സ്വഭാവം മാറണം. പഴയ പാപസ്വഭാവം മാറണം. പഴയ തിന്മ പ്രകൃതി മാറണം. എല്ലാ തിന്മകളും മാറി ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുന്ന അനുഭവം വന്നാൽ മാത്രമേ മക്കൾക്കും മക്കളുടെ മക്കൾക്ക് അനുഗ്രഹം കിട്ടുകയുള്ളൂ. ദാവീദ് പറഞ്ഞു, ശൗലിൻ്റെ സന്തതി പരമ്പരയിൽ ആരെങ്കിലും ഉണ്ടോ നന്മ ചെയ്യാൻ അന്വേഷിക്കുന്നു. വായിക്കാം, 1-ാം വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിൻ്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ളൊരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയനെന്ന് അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന്. ദൈവത്തിൻ്റെ സ്നേഹം കാണൂ. ഞാൻ അന്വേഷിക്കുന്ന ദയയാണത്. ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. എൻ്റെ ദയ കിട്ടുവാൻ അർഹനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം കൊച്ചു കൊച്ചു കുടുംബങ്ങളുണ്ടല്ലോ. അതെ, നാം ഓരോരോ കൊച്ചു കൊച്ചു കുടുംബങ്ങളിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം നോക്കിയിട്ട് ദൈവത്തിന് ദയയ്ക്ക് അർഹതയുള്ളതായി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ, ഇതാ കർത്താവേ ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. കർത്താവേ ഞാനിവിടെയുണ്ട്, നിൻ്റെ ദയയ്ക്ക് അർഹനായിട്ട് കർത്താവേ അതിനുവേണ്ടി യാചിക്കുന്നതിനായിട്ട് ഞാൻ ഒരാളിവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്വേഷിക്കുന്ന ദയ. ഒന്ന്, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദയ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ദയ എങ്ങനെയുള്ളതാണ്? അന്വേഷിക്കുന്ന ദയയാണ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന്. അന്വേഷിക്കുന്ന ദയ. ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ദൈവം അന്വേഷിക്കുകയാണ്. ദൈവം നോക്കുകയാണ്. ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വേദപുസ്തകം പറയും, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാൻ. ഇന്ന് ഡിഗ്രി ഉള്ളവരുണ്ട്, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, വേദശാസ്ത്രം നല്ലപോലെ പഠിച്ചവരുണ്ട്. പക്ഷേ അവരാരുമല്ല ദൈവത്തെ അർഹിക്കുന്നവർ. ദൈവത്തിനെ ദയ അർഹിക്കുന്നവർ അവർ എപ്പോഴും ദൈവത്തിന് വേണ്ടി ജീവിതം ചെലവഴിക്കപ്പെട്ടവരായിരിക്കും. ജീവിതം ചെലവഴിച്ചവരായിരിക്കും. ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ചവരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ച് കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥന ചൊല്ലുന്നവരാണ്, നിങ്ങൾ നമസ്കാരം ചൊല്ലുന്നവരാണ്, നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാണ്. ആയിക്കൊള്ളട്ടെ, എല്ലാം നല്ലത്. പക്ഷേ നിങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിന് വേർതിരിച്ചു എന്ന് പറയുവാനുള്ള ഒരു ഉറപ്പേറിയ നിർണയം, പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടോ? ചിന്തിച്ചു നോക്കൂ. എൻ്റെ ജീവിതം യേശുക്രിസ്തു പ്രസാദിക്കുന്നതായിരിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? യേശുക്രിസ്തു പ്രസാദിക്കാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികൾ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ തികഞ്ഞനായിരുന്നുകൊണ്ട് പറയുകയല്ല. എനിക്കറിയാം ഞാൻ ഇനിയും വലതും ശുദ്ധീകരണം പ്രാപിക്കേണ്ടതുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവത്തിന് സ്തോത്രം, 17-ാമത്തെ വയസ്സിൽ ഈ ജീവിതം യേശുക്രിസ്തു ഏറ്റെടുത്തപ്പോൾ ദൈവത്തിന് സ്തോത്രം അന്ന് എടുത്തൊരു തീരുമാനമാണ്, എൻ്റെ കർത്താവ് ദുഃഖിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരരുത് എന്ന്. യേശു ദുഃഖിക്കുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ വരരുത് എന്ന് ഞാൻ തീരുമാനമെടുത്തു. അതുകൊണ്ട് എന്ത് ഞാൻ സമാധാനമായി ജീവിക്കുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ സ്നേഹത്തോടെ നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദയ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ദാവീദ് രാജാവ് അന്വേഷിച്ചു. ദൈവത്തിന് ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്ന്. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദയ കാണിക്കാൻ അർഹതയുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന്, ദയയ്ക്ക് അർഹതയുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന്, ദയയ്ക്ക് അർഹതയുള്ള വിധത്തിൽ ജീവിച്ചവരാരെങ്കിലും ഉണ്ടോ എന്ന്.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ദയ കിട്ടാൻ അർഹരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവ് കാണട്ടെ, ഇവിടെ ഇതാ ഒരാളിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇതാ മറ്റൊരാളിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കർത്താവ് നോക്കുമ്പോൾ കാണണം, ദൈവത്തിന് ദയ അർഹിക്കുന്നതായി ഒരാളിവിടെയുണ്ട്. ദൈവ ദയയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിവിടെയുണ്ട്. ദയയ്ക്ക് വേണ്ടി യാചിക്കുക. കർത്താവിന് സ്തോത്രം. ദയയ്ക്ക് വേണ്ടി ആർത്തിയോടെ ദാഹിക്കുക. ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി അത്യുത്സാഹത്തോടെ യാചിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, എനിക്ക് അർഹതയില്ല. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പറയേണ്ടതാണ്. എനിക്ക് അർഹതയില്ല, ദയയ്ക്ക് എനിക്ക് അർഹതയില്ല, ഞാൻ പാപിയാണ്. കർത്താവേ, പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തിന്മയേ ഉള്ളൂ. അസത്യങ്ങൾ വന്നിട്ടുണ്ട്, അഹങ്കാരങ്ങൾ വന്നിട്ടുണ്ട്, അശുദ്ധി വന്നിട്ടുണ്ട്, അലസതകൾ വന്നിട്ടുണ്ട്, അവിവേകം വന്നിട്ടുണ്ട്, അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. കർത്താവേ, തെറ്റുകൾ ഏറെയേറെ വന്നു പോയിട്ടുണ്ട്. ദൈവമേ, വാക്കിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പ്രവൃത്തിയിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ചിന്തയിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. കർത്താവേ, എനിക്ക് അർഹതയില്ല കർത്താവേ, എന്നാൽ ഞാൻ പാപിയാണ് സമ്മതിച്ചുകൊണ്ട് ഞാൻ വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ദയയ്ക്ക് അർഹത കിട്ടുവാനുള്ള ഒരേ ഒരു മാർഗ്ഗം അതേ ഉള്ളൂ. ഞാൻ പാപിയാണ് സമ്മതിക്കുക, എൻ്റെ തെറ്റുകൾ ഞാൻ തന്നെ തിരിച്ചറിയുക, എനിക്ക് എന്തെല്ലാമാണ് കുറവെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുക. ആ കുറവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനത് ഏറ്റുപറഞ്ഞ്, കർത്താവേ, നിൻ്റെ കരുണ വരാതെ ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. കരുണയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ, ആര് നിലനിൽക്കും? 6-ാം സങ്കീർത്തനം എടുക്കുക. 6-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാം, യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ, ആര് നിലനിൽക്കും? 6-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ വായിക്കാം. യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവേ എത്രത്തോളം? യഹോവേ, തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ. നിൻ്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആര് നിനക്ക് സ്തോത്രം ചെയ്യും? എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എൻ്റെ സകല വൈരികൾ ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ദാവീദ് ഇരുന്ന് കരയുകയാണ്. ദാവീദിനെ അഭിമാനിക്കാൻ ഒന്നുമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ പാപങ്ങളുടെ കൂമ്പാരം മാത്രം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദാവീദിന് ദയ ലഭിച്ചു. ദാവീദിന് ദയ ലഭിച്ചതുകൊണ്ട് ഇപ്പോൾ ദാവീദ് അന്വേഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ദയയുള്ളത് കൊണ്ട് അങ്ങനെ ദയ അർഹിക്കുന്നതായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന് ദയ അർഹിക്കുന്നതിനായി കർത്താവേ, ഞാനിതാ യാചിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയണം, കർത്താവേ, നിൻ്റെ ദയ എൻ്റെ മേൽ വരണമേ, നിൻ്റെ ദയ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ, നിൻ്റെ ദയ എൻ്റെ ഭാര്യയിലേക്ക് വരണമേ, എൻ്റെ ഭർത്താവിലേക്ക് വരണമേ, നിൻ്റെ ദയ എൻ്റെ മക്കളിലേക്ക് വരണമേ. കർത്താവേ, നിൻ്റെ ദയ തലമുറകളിലേക്ക് വരണമേ, അനന്തര തലമുറകളിലേക്ക് ദയ വരണമേ. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കരുണ വന്ന് ഇന്നമ്മെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ദയയാലിനെ വീണ്ടെടുക്കണമേ, ദയയാൽ രക്ഷിക്കണമേ, നിൻ്റെ കൃപയാലിനെ വീണ്ടെടുക്കണമേ, നിൻ്റെ കൃപയാലിനെ രക്ഷിക്കണമേ. കർത്താവേ, എൻ്റെ പാവങ്ങളോട് പകരം ചെയ്യല്ലേ. കർത്താവേ, നീ ഇപ്പോൾ എൻ്റെ മേൽ നിൻ്റെ ദയ പകർന്ന് എന്നെ രക്ഷിക്കണമേ. നിങ്ങൾ പറയൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. അപ്പോൾ കർത്താവിൻ്റെ കൃപയുടെ കരം നിങ്ങളുടെ തലമേൽ വരും. ആ കരം നിങ്ങളുടെ തലമേൽ വെച്ചുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൺ സൂര്യയിൽ.